ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ലക്ഷറി ഹൗസ് ബോട്ടിൽ കയറാൻ പോവാണ്. ഈ ലക്ഷറി ഹൗസ് ബോട്ടിക്ക് എന്നെ വെൽക്കം ചെയ്യുന്നത് ഹൗസ് ബോട്ടിൻ്റെ ഓണറായിട്ടുള്ള വിജയ് കുമാർ സാറാണ്. അതും കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ട് എന്നെ സ്വീകരിച്ചു. ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നടന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നി ഇതിലെ ലക്ഷറി ഫീൽ തന്നെ. വാഷിംഗ് ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കിടിലമായിട്ട് തന്നെ നിങ്ങൾക്കും തോന്നുന്നില്ലേ? നേരെ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കി. നല്ല അടിപൊളിയായിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. വിൻഡോ സൈഡിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള കായൽ വ്യൂ. ഇതൊക്കെ കണ്ട് കഴിഞ്ഞാൽ ആർക്കായാലും ഇവിടെ തന്നെ കിടന്നുറങ്ങാനേ തോന്നുള്ളൂ കേട്ടോ. ബാത്റൂം നൈസായിട്ടൊന്ന് കയറി നോക്കി. ബാത്റൂമും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ വണ്ടി നൈസായിട്ടൊന്ന് എടുത്തു തുടങ്ങി നമ്മുടെ ബോട്ട്. അപ്പോൾ ഞാൻ പുറത്ത് ചെന്ന് കാറ്റൊക്കെ കൊണ്ടു. അടിപൊളി തന്നെ. ഇപ്പോൾ ബോട്ട് ട്രയൽ റൺ ചെയ്യുന്നത് ആരാണെന്നറിയോ? ഏകദേശം 12ഓളം ലൈസൻസ് ഉള്ള മണിയമ്മയാണ് കേട്ടോ ഇപ്പോൾ ബോട്ട്. അപ്പോഴാണ് എന്നോട് മോളിൽ ചെല്ലാൻ പറഞ്ഞത്. ഞാൻ നേരെ മോളിൽ ചെന്ന് നോക്കിയപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയി. ഏകദേശം ഒരു 100 പേര് നിരന്നിരുന്ന് ഗെയിംസ് കളിക്കുക. അടിപൊളിയായിട്ട് തന്നെ അവർ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഫുഡ് കൊണ്ടുവന്നത്. അടിപൊളി കപ്പ, ഞങ്ങൾ കൊള്ളി എന്നാണ് പറയുക. കൊള്ളിയും 2 ടൈപ്പ് കിടിലം മീൻകറിയും ചമ്മന്തി ഉണ്ടായി. ഞാൻ ചമ്മന്തിയും കപ്പയാണ് കഴിച്ചത്. അതിന് കാര്യം എനിക്ക് നൊയിമ്പുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇത് JK ക്രൂയിസിൻ്റെ ലക്ഷറി ഹൗസ് ബോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലക്ഷറി ഹൗസ് ബോട്ടിൽ ഒരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. ചെറിയൊരു ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. നല്ല കിടിലനായിട്ട് കണ്ടൽക്കാട് കാണാനും പറ്റി. നല്ല അടിപൊളി വ്യൂ, ഭയങ്കര രസമാണ്. ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാര്യം കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ മരത്തിൻ്റെ മുകളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കമ്പിൽ കോർത്ത കൊഞ്ച്, നല്ല കിടിലം ബീഫ് വരട്ടിയത്, ഞണ്ട് റോസ്റ്റ്, അതുപോലെ തന്നെ കായലിൻ്റെ സ്വന്തം കരിമീൻ. മാത്രമല്ല ഇഷ്ടംപോലെ വെജ് ഐറ്റംസ് ഉണ്ടായി. ഞാൻ നൊയിമ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ വെജ് ഐറ്റംസ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു കൂട്ടാ. അതിന് സമയത്ത് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യാം. സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന തുരുത്തിക്ക് പോയത് കേരളത്തിലെ ലക്ഷദ്വീപ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മുട്ടിനൊപ്പം വെള്ളമുള്ളൂ. നല്ല അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. ഇതുപോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവിടുത്തെ എന്ന് പറയുന്നത് അടിപൊളിയാണ്, എൻജോയ് ചെയ്യാൻ. ഇവിടുത്തെ ഒരു മെയിൻ വീഡിയോ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ബോട്ടിൽ കയറി നേരെ ഹൗസ് ബോട്ടിൽ കയറി. അവിടെ ഹൗസ് ബോട്ടിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യായിരുന്നു. ഒരു ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ ഇത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. അത് JK ക്രൂയിസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൗസ് ബോട്ടിൽ കയറണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നൈസായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ 2 വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് വേറൊരു കാഴ്ചകളും ഒക്കെ ആയിട്ട് കേട്ടോ.